വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ് സീഡ്സ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ജീവനുള്ള വിത്തുകൾ. അപ്പോൾ അതിൻ്റെ മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഫുൾ നോട്ടും ഇതിനകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ 1ഉം 2ഉം 3ഉം പാർട്ട് ഞാൻ ടെസ്റ്റ് നല്ലപോലെ വായിച്ച് കുറേയൊക്കെ നോട്ട് തന്നിട്ടുണ്ട്. എന്നാലും ഞാൻ അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി ഫുൾ നോട്ട് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ലെറ്റേഴ്സസ് വരെ എല്ലാ നോട്ടുകളും ഇതിനകത്തിലുണ്ട്. എഴുതിയെടുക്കാനുള്ളവർ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. ഞാൻ സ്പീഡിൽ അങ്ങ് പറയുന്നുണ്ട്, കാരണം നമുക്ക് ഈ ഫുൾ നോട്ടും പറയേണ്ടത് കൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിൽ പറയുന്നുണ്ട്. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, അതുകൊണ്ട് അത് കേട്ടിരിക്കണം കേട്ടോ. നോക്കിക്കേ, വിച്ച് ആൾ ദ ഫാക്ടേഴ്സ് ഫൗണ്ട് ടു ബി എസെൻഷ്യൽ ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. വിച്ച് ആൾ ദി ഫാക്ടേഴ്സ് ഫൗണ്ട് ടു ബി എസെൻഷ്യൽ ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ് എന്ന് വെച്ചാൽ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ. ഇത് രണ്ടും ഇല്ലെങ്കിൽ വിത്ത് മുളയ്ക്കത്തില്ല. എന്തൊക്കെയാണ്? വായുവും ജലവുമാണ്. വാട്ടർ, എയർ. റൈറ്റ് ദ നെയിം ഓഫ് പ്ലാന്റ്സ് ഫെമിലിയർ ടു യു വിച്ച് ആർ ഗ്രോയിങ് ഫ്രം സീഡ്സ്. നിങ്ങൾക്ക് പരിചയമുള്ള വിത്ത് മുളച്ചുണ്ടാകുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ടെസ്റ്റിൻ്റെ ഫസ്റ്റ് പേജിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ അതൊക്കെ. റൈറ്റ് ദ നെയിം ഓഫ് പ്ലാന്റ്സ് ഫെമിലിയർ ടു യു വിച്ച് ആർ ഗ്രോയിങ് ഫ്രം സീഡ്സ്. നിങ്ങൾക്ക് പരിചയമുള്ള വിത്ത് മുളച്ചുണ്ടാകുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 5-6 പേര്, ഞാൻ കുറേ പേര് തന്നിട്ടുണ്ട്, ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് എഴുതിയാൽ മതി കേട്ടോ. പിയ, ലേഡീസ് ഫിംഗർ, കോക്കോനട്ട്, ആരക്കനട്ട്, ചില്ലി, അമരാന്തസ്, ബിറ്റർ ഗാഡ്, തുളസി, മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ഏതെങ്കിലുമൊക്കെ അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ എഴുതിയാൽ മതി. മലയാളംകാരോ? പയറ്, വെണ്ട, നാളികേരം, അടയ്ക്ക, നെല്ല്, മുളക്, ചീര, പാവൽ, തുളസി, മാവ്, പ്ലാവ് തുടങ്ങിയവ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പഠിച്ചാൽ മതി കുഞ്ഞുങ്ങളെ. ഇതുപോലെ തന്നെ പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതിയാൽ മതി. നോക്കിയേ, നിങ്ങൾക്ക് പരിചിതമായ ഒരു വിത്തിൻ്റെ ഏതെങ്കിലും ഒരു വിത്ത് എടുത്തിട്ടെ അതിൻ്റെ ഒരു സവിശേഷത എഴുതാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിത്ത് എടുത്താൽ മതി. ഞാനിവിടെ നാളികേരം, അതായത് നമ്മുടെ തേങ്ങയെക്കുറിച്ചാണ്. വലിപ്പം കൂടിയ വിത്താണ് അല്ലേ, വിത്തുകളിലേക്ക് ഏറ്റവും വലിപ്പം കൂടി നമ്മുടെ തേങ്ങയ്ക്ക് ഏകദേശം ഉരുണ്ട ആകൃതിയിൽ കാണപ്പെടുന്നു. ഏറ്റവും പുറമേ ചകിരി കൊണ്ടുള്ള ഒരു ആവരണമുണ്ട്. ഏറ്റവും ഉള്ളിലോ തേങ്ങയും അതിനകത്ത് തേങ്ങാ വെള്ളവും കാണുന്നു. ഒരു കണ്ണിൽ തന്നെ വിത്ത് മുളയ്ക്കാനുള്ള ബീജ അന്നവും ബീജപത്രവും ഇതിനകത്തിൽ ഉണ്ട് കേട്ടോ. നമുക്ക് തേങ്ങയെക്കുറിച്ച് ഒന്ന് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ അറിയാം. ഇംഗ്ലീഷൊക്കെ കുഞ്ഞുങ്ങളെ. ഫൈബ്രസ് ഹസ്ക് പ്രൊവൈഡ് എയർ ആൻഡ് ഹെൽപ്പ് ടു ഡിസ്പേഴ്സ് വാട്ടർ. ഇൻസൈഡ് ദ ഹസ്ക് ഹാർഡ് ഷെല്ല് ഈസ് ദെയർ. ഇൻസൈഡ് ദ ഷെല്ല് ദെയർ ഈസ് എ വൈൽ ഫ്ലഷി അല്ലേ എൻഡോസ്പേം ആൻഡ് കോക്കനട്ട് വാട്ടർ കേട്ടോ. ഇംഗ്ലീഷും മലയാളം എഴുതിയിട്ടുണ്ട്. ചുരുക്കിയാണ് ഞാൻ ഇത് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ചുരുക്കി ഈ തേങ്ങയെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഇതിനകത്തിൽ പറയാനുണ്ട്. അതൊക്കെ ഞാൻ ചുരുക്കിയാണ് ഇങ്ങനെ നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ എഴുതി വെച്ചിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സീഡിനെ കുറിച്ച് എഴുതിയാൽ മതി. ഓക്കെ ആണോ നിങ്ങളെ? 3 ഓക്കെ ആണല്ലോ കേട്ടോ. എഴുതിയെടുക്കണേ, നോക്കി വെറുതെ ഇരിക്കരുത്. ഏതൊരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് തന്നാലും നമ്മൾ അത് എഴുതിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഡു ആൾ ദി സീഡ്സ് ബെറിഡ് ഇൻ ദ സോയിൽ ജെർമിനേറ്റ്. മണ്ണിൽ കുഴിച്ചിടുന്ന എല്ലാ വിത്തുകളും മുളയ്ക്കാറുണ്ടോ? നമ്മളോട് ചോദിക്കുമോ മണ്ണിൽ കുഴിച്ചിടുന്ന എല്ലാം കിളിക്കാറുണ്ടോ? ഇല്ല അല്ലേ? നോ. വൈ ഡോണ്ട് യു ആൾ സീഡ്സ് ജെർമിനേറ്റ്. എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളയ്ക്കാത്തത്? സീഡ് ജെർമിനേറ്റ്, സീഡ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? വിത്താണ് അല്ലേ. ജെർമിനേറ്റ് എന്ന് വെച്ചാൽ എന്താ? അത് മുളയ്ക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണ്? വൈ ഡോണ്ട് ആൾ എല്ലാ സീഡ്സുകളും എന്തുകൊണ്ടാണ് നമ്മൾ കൊണ്ട് നടുമ്പോൾ കിളിക്കാത്തത്? എന്തുകൊണ്ടാണ്? മെച്യൂരിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത്. Air and water is also needed for seed germination. There is a little chance for germinations if the seed are sown deep in the soil. എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ. എല്ലാത്തിൻ്റെയും മലയാളവും ഞാൻ പറയുന്നുണ്ട്. അതായത് ഒരു വിത്ത് പാകമായ വിത്ത് നട്ടെങ്കിലേ അത് കിളിക്കത്തുള്ളൂ. നമ്മളൊരു വിത്ത് എപ്പോഴും കൊണ്ടുവച്ചാൽ വെച്ചാൽ മെച്യൂരിറ്റി ആവണം. ഏതൊരു വിത്ത് നമ്മൾ നടുന്നതാണെങ്കിലും ആ വിത്ത് നല്ല മെച്യൂരിറ്റി ആയ വിത്തായിരിക്കണം. പിന്നോ വിത്ത് മുളയ്ക്കാൻ എന്ത് വേണമെന്നാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിത്ത് മുളയ്ക്കാൻ വായുവും ജലവും ആവശ്യമാണ്. വളരെ ആഴത്തിൽ കുഴിച്ചിട്ടാൽ നമ്മൾ കുഴിച്ച് ഒരുപാട് കുഴിയെടുത്ത് അതിനകത്ത് ഒരു വിത്ത് കൊണ്ടിട്ടാൽ കിളിക്കുമോ? ഇല്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അല്ലേ. ഒരു കുറച്ച് മണ്ണിങ്ങോട്ട് നീക്കിയിട്ടിട്ട് അല്ലേ ഓരോന്ന് നടുമ്പോഴും അതിൻ്റേതായ ഒരു ഡെപ്ത് ഉണ്ടല്ലേ, അതിൻ്റെ അനുസരിച്ചാണ്. അതല്ലാതെ ഒരുപാട് അങ്ങ് കുഴിച്ചിട്ട് നമുക്കൊരിക്കലും ഒരു ചെടി നടണമെങ്കിൽ കുഴിച്ച് അങ്ങ് കിണർ കുഴിക്കുന്ന പോലെ കുഴിച്ചിട്ടാണോ നമ്മൾ നടുന്നത്? അല്ല കേട്ടോ. അപ്പോൾ അതും ആലോചിക്കണം. വളരെ ആഴത്തിൽ കുഴിച്ചിട്ടാൽ വിത്ത് മുളയ്ക്കാനും ഇടയില്ല. അപ്പോൾ 3 സെൻറ്റൻസേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ആ 3 പഠിക്കണേ. എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളയ്ക്കാത്തത്? ഓക്കെ ആണോ നിങ്ങളെ? അതായത് മെച്യൂരിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് അല്ലേ. എയർ ആൻഡ് വാട്ടർ ഈസ് ആൾസോ നീഡഡ് ഫോർ സീഡ് ജെർമിനേഷൻസ്. ദർ ഈസ് ലിറ്റിൽ ചാൻസ് ഫോർ ജെർമിനേഷൻസ് ഇഫ് ദ സീഡ് ആർ
ആർ സോൺ ഡീപ്പ് ഇൻ ദി സോയിൽ. ഓക്കെ ആണല്ലോ. അടുത്ത വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ജെർമിനേഷൻ ഓഫ് ദ സീഡ്സ്. ഗസ് ചെയ്യാൻ എന്ന് വെച്ചാൽ വിത്തുകൾ മുളയ്ക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ്? നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? നമുക്കറിയാം, വെള്ളം വേണം, എയർ വേണം, ലൈറ്റ് വേണം, സോയിൽ വേണം. എങ്കിലേ അത് നല്ല രീതിയിൽ കിളിച്ചു വരത്തുള്ളൂ അല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞു എന്താ, വായുവും ജലവും ഉണ്ടെങ്കിൽ കിളിക്കും. എന്താ ഈ ചെറിയ ഇതൊക്കെ എന്താ, നമ്മൾ മുറിക്കകത്തിൽ വെക്കുന്ന വല്ല പ്ലാന്റ്സുകളോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മല്ലിയിലയോ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വേണമെങ്കിൽ കിളിച്ചെന്ന് പറയാം അല്ലേ? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്താ അങ്ങനെ. പക്ഷേ നല്ലപ്പോൾ ഒരു വാഴ നമ്മൾ നടുക, വാഴ കൊണ്ടുവന്ന് എന്താ അതിന് വായുവും ജലവും മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല. അതിന് വേണ്ടുന്ന സൂര്യപ്രകാശവും അതുപോലെ തന്നെ എന്താ വാട്ടറും ഒക്കെ ഒഴിച്ചു കൊടുക്കണം അല്ലേ? വാട്ടറും എയറും ലൈറ്റും സോയിലും ഈ 4 ഉണ്ടെങ്കിൽ എന്താ നല്ല രീതിയിൽ കിളിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു വായുവും ജലവും മതി കിളിക്കാൻ എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും അതിൻ്റെതായ ഒരു പാളിച്ച എന്തായാലും വരും അല്ലയോ? ഇത് 4 ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കിളിച്ച് വരത്തുള്ളൂ. വാട്ട് ഈസ് ഹൈഡ്രോപോണിക്സ്? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നത് എന്താണ് ഈ ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ. മണ്ണില്ലാതെ പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. മണ്ണ് വേണ്ട എന്നാണ് പറയുന്നത്. ഹൈഡ്രോപോണിക്സിൻ്റെ പ്രത്യേകത എന്താ? മണ്ണില്ലാതെ ഈ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ ചിലർ നട്ട് വെച്ചേക്കുന്ന കാണാം അല്ലേ? അത് മണ്ണില്ലാതെ പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണ് ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ്. ഹൗ മെനി കോട്ടിലിഡോൺ ഡസ് എ പീ സീഡ് ഹാവ്? പയർവിത്തിന് എത്ര ബീജപത്രമുണ്ട്? പീ സീഡിന് എത്ര കോട്ടിലിഡോൺ ഉണ്ട്? ബീജപത്രങ്ങളുണ്ട്? 2. തിരിഞ്ഞു പോലെ നിങ്ങൾ ഏതൊക്കെ 1 വേർഡിന് ചോദിക്കാൻ പറ്റുന്ന. അതുപോലെ തന്നെ ഹൗ മെനി കോട്ടിലിഡോൺ ആർ ഇൻ ദ കോണെന്ന് വെച്ചാൽ എന്താ? ചോളത്തിനകത്തിൽ എത്ര കോട്ടിലിഡോൺ ഉണ്ട്? ഒരെണ്ണയുള്ളൂ കേട്ടോ. അത് 2 ഓർത്തോണേ. പയറിനകത്തിൽ 2 ഉണ്ട്, എന്നാൽ ചോളത്തിനകത്തിൽ ഒരെണ്ണയുള്ളൂ കേട്ടോ. 1 വേർഡിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. ഓക്കെ ആണല്ലോ? എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അടുത്തത് 8 9 നോക്കിക്കേ. ഒരു വിത്ത് മുളച്ച ശേഷം സസ്യഭാഗങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ വിത്ത് മുളച്ചു എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ആ സസ്യത്തിൻ്റെ ഭാഗങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? വിത്ത് മുളച്ച് ആദ്യം വരുന്നത് അതിൻ്റെ ബീജമൂലവും, നിങ്ങളുടെ ടെസ്റ്റിൽ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീജമൂലവും പിന്നീട് ബീജശീർഷവും വളരുന്നു. ബീജമൂലം ചെടിയുടെ വേരായിട്ടും ബീജശീർഷം ചെടിയുടെ തണ്ടും ഇലയുമായി മാറുന്നു. വൈ ഡു പ്ലാന്റ്സ് സ്റ്റോർ ഫുഡ് ഇൻ സീഡ്സ്? Plants store food in seeds to provide nutrients for developing embryo during germination. It help the growth of seeding in early stages. അതായത് ഒരു വിത്തിൽ നിന്നും അതിൻ്റെതായ ഒരു അനുകൂല സാഹചര്യത്തിൽ മുളച്ചു വരുന്ന സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരമാണ് അതിൻ്റെ വിത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. അത് വിത്തിനകത്തിൽ സംഭരിച്ചു വെക്കുന്നത് എന്താ നിങ്ങളെ? എന്തുകൊണ്ടാണ് ഇത് വിത്തിനകത്തിൽ വിത്തുകൾ നമ്മൾ ആഹാരമാക്കുന്നത് എന്തുകൊണ്ടാണ്? വിത്തിനകത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എന്തുവാണ്? വൈ ഡു പ്ലാന്റ്സ് അല്ലേ? പ്ലാന്റ്സ് ടു സ്റ്റോർ ഫുഡ് ഇൻ സീഡ്സ് ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ഫോർ ഡെവലപ്പിംഗ് എംബ്രിയോ ഡ്യൂറിംഗ് ദ ജെർമിനേഷൻ. വിത്തിൽ നിന്നും അനുകൂല സാഹചര്യത്തിൽ മുളച്ചു വരുന്ന സസ്യ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ആഹാരമാണ് ആ വിത്തിനകത്തിൽ തന്നെ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഏതെല്ലാം വിത്തുകളാണ് നമ്മൾ ആഹാരമാക്കുന്നത്? വാട്ട് സീഡ്സ് ഡു വി ഈറ്റ്? എന്തൊക്കെയാണ് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത്? നമ്മൾ ആഹാരമാക്കുന്ന അരി, ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, അത് ഇഷ്ടമുള്ള ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. ആർ സീഡ്സ് ഓൺലി പ്ലാന്റിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ്? എല്ലാ സസ്യങ്ങളുടെയും വിത്തുകളാണോ നടീൽ വസ്തുക്കളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? സസ്യങ്ങളുടെ എല്ലാം വിത്തുകളാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? ആണോ? അല്ല. നോ, സീഡ്സ് ആർ നോട്ട് ഓൺലി ദ പ്ലാന്റ് മെറ്റീരിയൽ. വിത്തിൽ നിന്നല്ലാതെയും മറ്റ് സസ്യഭാഗങ്ങളും നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നു. ഉണ്ടല്ലോ നിങ്ങളെ അതിൻ്റെ കമ്പൊടിച്ച് നടുന്നുണ്ട്, വേരുകൾ നടുന്നുണ്ട്, ഇലകൾ നടുന്നുണ്ട് അല്ലേ? അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം അറിയണേ. അപ്പം ചോദ്യം, എല്ലാ സസ്യങ്ങളുടെയും വിത്തുകളാണോ നമ്മൾ നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്? അല്ല. സീഡ്സ് ആർ നോട്ട് ഓൺലി ദ പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. പിന്നെയോ, വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ്സ് ആർ യൂസ്ഡ് ഫോർ പ്ലാന്റിങ്? മറ്റേതെല്ലാം സസ്യഭാഗങ്ങൾ നമ്മൾ നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? സ്റ്റെം അല്ലേ, അതിൻ്റെ കമ്പ് അല്ലേ, കമ്പെന്ന് വെച്ചാൽ കാണ്ഡം, പിന്നെ റൂട്ട്
അല്ലേ, വേര്, ലീഫ്, ഇല എക്സെട്ര ആർ യൂസ്ഡ് ആസ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. ലെറ്റ് us മേക്ക് എ ടേബിൾ അബൌട്ട് ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ്സ്. നമ്മൾ പറഞ്ഞല്ലോ പല ഭാഗങ്ങളും ഉപയോഗിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ഒരു 4 എണ്ണം വെച്ചൊന്ന് എഴുതാം, അല്ലെങ്കിൽ 3 എണ്ണമെങ്കിലും മിനിമം എഴുതാൻ ചോദിക്കും. നമ്മളിപ്പം കമ്പ് വെട്ടി നടുന്നതും അല്ലെ വേര് പറിച്ച് നടുന്നതും അല്ലെ ലീഫ് നടുന്നതും ഒക്കെ ഏതെങ്കിലും ഒരു 2-3 എണ്ണത്തിൻ്റെ പേര് നോക്കിക്കോ നിങ്ങളെ. അതിൻ്റെ കമ്പ് മുറിച്ച് നടുന്നതാണ് ചീനി അല്ലെ, മരച്ചീനി, തപ്പിയോക്ക, ചെമ്പരത്തിയുടെ കമ്പ് ഹിബിസ്കസ്, റോസയുടെയും കമ്പാണ് റോസ്, കുരുമുളക് പെപ്പറിൻ്റെ കമ്പാണ്, മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടാറ്റോയുടെയും കമ്പാണ് അല്ലെ, സ്റ്റെമ്മാണ് അല്ലെ. റൂട്ട് വേര് നടുന്നത് കറി ലീവ്സ് കരിയാപ്പലയുടെ വേരാണ് നടുന്നത്. ഗുവ പേര തേക്ക് ഇതിൻ്റെ എല്ലാം വേരാണ് നടുന്നത്. ലീഫ് ഇല നടുന്നത് നിശാഗന്ധി അറിയാമോ നിങ്ങളെ, അതിൻ്റെ ആ ചെടിയുടെ ഇലയാണ് നടുന്നത്. പിന്നെ കറ്റാർ വാഴ, അത് ശരിയല്ലേ, കറ്റാർ വാഴ, പിന്നെ ബ്രയോഫിലും ഇതിൻ്റെ എല്ലാം ഇലയാണ് നടുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു 3 എണ്ണത്തിൻ്റെ പേര് എഴുതാൻ ചോദിച്ചാൽ അറിയണോ നിങ്ങളെ. കമ്പ് നടുന്നതും അതുപോലെ തന്നെ വേര് നടുന്നതും ഇല നടുന്നതും തിരിഞ്ഞു പോകല് കേട്ടോ. ഓക്കെ ആണല്ലോ. നമ്മുടെ തുമ്പച്ചെടിയുടെയും പുൽച്ചെടിയുടെയും വേരുകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ടെസ്റ്റിൽ അതൊരു കൊടുത്തിട്ടുണ്ട് അല്ലേ. തുമ്പച്ചെടി ഉണ്ടല്ലോ, തുമ്പ അറിയാമല്ലോ, വെള്ളപ്പോളെ. അതിൻ്റെ പുൽച്ചെടി, സാധാരണ ഏതെങ്കിലും ഒരു പുൽച്ചെടിയുടെയും വേരുകൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? തുമ്പച്ചെടിയുടെ കാണ്ഡത്തിൽ നിന്നും ഒരു പ്രധാന വേര്, നിങ്ങൾ ഈ മുറ്റത്ത് നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ 3-4 ചെറിയ പോച്ച പോലുള്ളതിൻ്റെയൊക്കെ ഒന്ന് മേപ്പോട്ട് പിഴുതു നോക്കണം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്കറിയാം ഓരോ വേരുകളും വ്യത്യാസമുള്ളതായിരിക്കും കേട്ടോ. അത് നോക്കും നിങ്ങൾ 3-4 എണ്ണം കുറേ മുറ്റത്തൊക്കെ കാണുമല്ലോ, അതൊക്കെ പറിച്ചു നോക്കണേ. അതായത് തുമ്പച്ചെടിയുടെ കാണ്ഡത്തിൽ നിന്നും ഒരു പ്രധാന വേരും അതിൽ നിന്നും ശാഖാവേരുകളും പുറപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള വേരുപടലത്തെയാണ് തായ് വേരുപടലം. നീളമുള്ള തപ്പോട്ട് ടെസ്റ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കണേ നിങ്ങളെ. തുമ്പച്ചെടിയുടെ കാണ്ഡത്തിൽ നിന്നും, കാണ്ഡം എന്ന് വെച്ചാൽ കാണ്ഡം, അതിൻ്റെ ആ കമ്പ് അല്ലേ, കമ്പിൽ നിന്നും ഒരു പ്രധാന വേര്, നീളമുള്ളൊരു വേര്, ആ നീളമുള്ള വേരിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ ശാഖകൾ പോകുന്നുണ്ട് അല്ലേ. അതിനെയാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ തായ് വേര് പടലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അല്ലാതുള്ള പുൽച്ചെടിയാണെങ്കിലോ, പുൽച്ചെടിയിൽ കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും നാരുകൾ പോലുള്ള വേരുപടലമാണ് കാണപ്പെടുന്നത്. അത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഈ വേരുപടലത്തെ നാര് വേരുപടലം അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് വാട്ട് ഈസ് ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്നൊക്കെ ചോദിച്ചാൽ എഴുതണം കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേരുപടലത്തെ കുറിച്ച്. ഓക്കെ ആണോ നിങ്ങളെ? വിത്ത് മുളച്ച് രൂപപ്പെടുന്ന ഇങ്ങനെയൊക്കെ തുമ്പച്ചെടിയുടെ കഴിഞ്ഞു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ റൂട്ട് സിസ്റ്റം ഓഫ് ഗ്രാസ് ആൻഡ് ല്യൂക്കസ് പ്ലാന്റ്സ്? ഇപ്പോൾ നമ്മൾ അതിൻ്റെ പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷാണ്. ദ ല്യൂക്കസ് എ മെയിൻ റൂട്ട് എറൈസ് ഫ്രം ദ സ്റ്റെം. ദീസ് റൂട്ട് സിസ്റ്റം ഈസ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇൻ ഗ്രാസ് ഫൈബർ ലൈക്ക് റൂട്ട് ഗ്രോ ഫ്രം ദ ബേസ് ഓഫ് സ്റ്റെം. ദീസ് റൂട്ട് സിസ്റ്റം ഈസ് കാൾഡ് ഫൈബ്രസ്. അത് നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ദ ല്യൂക്കസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, തുമ്പച്ചെടിയെ അവിടെ പറയുന്നത് കേട്ടോ. ല്യൂക്കസ് എ മെയിൻ റൂട്ട് എറൈസ് ഫ്രം ദ സ്റ്റെം ദിസ് റൂട്ട് സിസ്റ്റം ഈസ് ടാപ്പ് റൂട്ട് അല്ലേ. എന്നാൽ ഗ്രാസ് ഫൈബർ ലൈക്ക് റൂട്ട് ഗ്രോ ഫ്രം ദ ബേസ് ഓഫ് എ സ്റ്റെം. ദീസ് റൂട്ട് സിസ്റ്റം ഈസ് കാൾഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതിനെ വലിയ ഇത് കൊടുക്കാഞ്ഞത്. എന്നാലും എഴുതിയെടുത്ത് പഠിച്ചോണം കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റും സെക്കൻഡും ടേമിനകത്ത്, ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് ഇതിനകത്തിലെല്ലാം നമ്മൾ വിശദമായിട്ട് കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെറ്റേഴ്സും കൂടി വേണം. അപ്പോൾ അതിനകത്ത് നോക്കി ആദ്യത്തെ 2 വിത്തുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ച് അവയുടെ സവിശേഷത എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അത് ഇത് തന്നിട്ടുണ്ട്. ഞാനപ്പോൾ അത്രയും സമയം കളയുന്നില്ല. ഒട്ടും എഴുതാത്തവരതങ്ങ് ഇത് നോക്കി എഴുതണം കേട്ടോ. പോസ് ചെയ്തിട്ടിട്ട് എഴുതണേ. അടുത്തത് വാട്ട് ഫാക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. വിത്ത് മുളയ്ക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? അതിപ്പോൾ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ, അതൊക്കെ മെയിൻ ക്വസ്റ്റ്യനാണ്. ഇനി എന്താണ് ഈ വിത്ത് മുളയ്ക്കൽ? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ സീഡ്സ് ടു ജെർമിനേറ്റ് എന്ന് പറഞ്ഞല്ലോ. എന്തോ നിങ്ങളെ, വാട്ടർ ഈസ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ് ബട്ട് ദ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. ബിസൈഡ് വാട്ടർ, എയർ ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആർ ആൾസോ നെസസറി ഫോർ സീഡ്സ് ജെർമിനേഷൻസ്. ഡിഫറൻറ്റ് സീഡ്സ് ഹാവ് ഡിഫറൻറ്റ് ജെർമിനേഷൻസ് ടൈം ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. വല്ല മനസ്സിലായോ? അതിൻ്റെ മലയാളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് ഈ വിത്ത് മുളയ്ക്കൽ എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ? അതായത് വിത്ത് മുളയ്ക്കാൻ നമുക്ക് എന്താവശ്യമാണ്? നെസസറി ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ് വാട്ടർ അല്ലേ, വെള്ളം ആവശ്യമാണ്. എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. എന്തൊക്കെ വേണം? വെള്ളവും താപനില എന്ന് വെച്ചാൽ എന്താ,
വായു അല്ലേ, വായുവും ആവശ്യമാണ്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്ത രീതിയിലും ആയിരിക്കുമെന്ന് കേട്ടോ, എഴുതിയെടുക്കണേ. അതൊക്കെ നമ്മുടെ ഫസ്റ്റ് ലിങ്കിൽ പറഞ്ഞുകൊണ്ടാണ് ഹൈഡ്രോപോണിക്സ് നമ്മൾ പറഞ്ഞ എന്താ, മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് അല്ലേ. ഇത് പോഷകലാനിയിലാണ് ഇത് വളർത്തുന്നതെന്ന്. അടുത്ത നമ്മളിത് പറഞ്ഞായിരുന്നോ, കോട്ടിലിഡോൺ അല്ലെ ബീജപത്രം, അതായത് ദ ഫുഡ് ഫോർ ദ പ്ലാന്റ്സ് അണ്ടിൽ ദ സീഡ് ജെർമിനേറ്റ് ആൻഡ് ഗ്രോസ് എ ലീഫ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോട്ടിലിഡോൺ. അതായത് വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് നമ്മുടെ ഈ ബീജപത്രത്തിൽ നിന്നാണ്. ഓർത്തോണേ കുഞ്ഞുങ്ങളെ, എന്താണ് കോട്ടിലിഡോൺ എന്ന് ചോദിച്ചാൽ എന്താണ്, നമുക്കൊരു വിത്ത് മുളയ്ക്കത്തില്ല, നമ്മുടെ മണ്ണിനകത്തിൽ ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ അതിന് ഇലയിലല്ലേ ഈ ആഹാരം ഉണ്ടാക്കുന്നതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ഇല ഉണ്ടാകുന്നത് വരെ എങ്ങനെയാണ് അത് വളരുന്നത്, അതാണിവിടെ. ഇല ഉണ്ടാകുന്നത് വരെ ആ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് അതിൻ്റെ ആ കോട്ടിലിഡോൺ അല്ലെ ബീജപത്രത്തിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ. അതായത് അടുത്ത എൻഡോസ്പേം എന്താണ്? എൻഡോസ്പേം ഈസ് ദി പാർട്ട് അറ്റാച്ച്ഡ് ടു ദ കോട്ടിലിഡോൺ. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാനം അല്ലെങ്കിൽ എൻഡോസ്പേം. എന്താ നിങ്ങളെ, നമ്മുടെ ഈ ബീജപത്രം ഉണ്ടല്ലോ മുകളിലത്തെ, ആ ബീജപത്രത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗത്തെയാണ് ടെസ്റ്റിൽ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, ബീജാനം അല്ലെങ്കിൽ എൻഡോസ്പേം. ഇൻ പ്ലാന്റ്സ് വിത്ത് ഓൺലി വൺ കോട്ടിലിഡോൺ ദ ഫുഡ് ഫോർ ദ പ്ലാന്റ്സ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ എൻഡോസ്പേംസ് അണ്ടിൽ ദ സീഡ്സ് ജെർമിനേറ്റ് ആൻഡ് ഗ്രോ ഇറ്റ്സ് ലീവ്സ്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് അതിൻ്റെ ബീജാന്നത്തിൽ നിന്നുമാണ്. അത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഈ എൻഡോസ്പേമിനെ കുറിച്ചും കോട്ടിലിഡോണിനെ കുറിച്ചും നല്ലപോലെ അറിയണം കേട്ടോ. അത് ഇത്ര അറിഞ്ഞാലും അത് ഇതിനകത്ത് തന്നെ ഉണ്ടല്ല കേട്ടോ. അതുകൊണ്ട് ഈ രണ്ടെണ്ണം നല്ലതുപോലെ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അടുത്ത സീഡ് ജെർമിനേഷൻ എന്നാൽ എന്ത്, വിത്ത് മുളയ്ക്കൽ എന്നാൽ എന്താ, ദ സീഡ് ബിക്കംസ് സോക്ക്ഡ് ആൻഡ് ദ ഔട്ടർ ഷെല്ല് ബേസ്റ്റ്. ഫസ്റ്റ് ദ റാഡിക്കൽസ് ആൻഡ് ദെൻ ദ പ്ലിമ്യൂൾ എമർജ്. ദ റാഡിക്കൽസ് ബിക്കംസ് ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ് അല്ലേ. ദ പ്ലിമ്യൂൾ ബിക്കംസ് ഓഫ് ദ സ്റ്റെം ആൻഡ് ലീഫ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെന്തോ ഇത്രയും വലിയ നോട്ടമൊക്കെ ആണല്ലേ, ഇതൊക്കെ ഇത്ര എഴുതണം കേട്ടോ നിങ്ങളെ. ഇതൊക്കെ 3-4 വരിയൊക്കെ എഴുതിയെങ്കിലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. എന്താണ് വിത്ത് മുളയ്ക്കുക, നമ്മളൊരു വിത്ത് മുളയ്ക്കുക എന്ന് വെച്ചാൽ എന്തുവാന്ന് അറിയണ്ടായോ. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൻ്റെ മലയാളം ഞാൻ പറയാം. ദ സീഡ് ബിക്കംസ് സോക്ക്ഡ്, സോക്ക് എന്ന് വെച്ചാൽ കുതിർക്കുക എന്നാണ് കേട്ടോ, അതൊക്കെ അറിയണേ. ദ സീഡ് ബിക്കം സോക്ക്ഡ് ആൻഡ് ദ ഔട്ടർ ഷെല്ല് ബേസ്റ്റ്. ഫസ്റ്റ് ദ റാഡിക്കൽ ആൻഡ് ദെൻ ദ പ്ലിമ്യൂൾ emerge. The radical becomes the root of the plant. The plumule becomes the stem and leaf. The growing plants consumes the food stored in the cotyledon or endosperm until photosynthesis fully functional. എന്തോ വല്ല മനസ്സിലായത്. അതായത് നമ്മൾ ആദ്യമേ വിത്ത് കുതിർത്ത് അതിൻ്റെ പുറം തോട് പൊട്ടുന്നു അല്ലേ. നമ്മൾ 2-3 ദിവസമൊക്കെ വെള്ളത്തിൽ കിടന്നോ അല്ലെങ്കിൽ കുതിർന്നു കഴിയുമ്പോൾ അതിൻ്റെ ആ പുറമേ ഒരു ലെയറുണ്ട്, അത് ഏറ്റവും പുറത്തെ ആ ലെയർ അതങ്ങ് പൊട്ടിപ്പോകുന്നു. അന്നേരം ആദ്യം അതിൻ്റെ ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. തിരിഞ്ഞു പോകല്ലേ അത്. ബീജമൂലം ചെടിയുടെ വേരായിട്ട് മാറുന്നു. ബീജശീർഷോ റാഡിക്കൽസ് ആൻഡ് പ്ലിമ്യൂൾ എമർജ്. റാഡിക്കൽസ് ബിക്കം ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ്. റാഡിക്കലാണ് അതിൻ്റെ വേരായിട്ട് മാറുന്നത് അല്ലേ. ബീജശീർഷവും തണ്ടും ഇലയായിട്ടും മാറുന്നു. പ്ലിമ്യൂൾസ് എന്തായിട്ട് മാറുന്നു, സ്റ്റെം ആൻഡ് ലീഫ്. പൂർണ്ണമായും പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ എന്ന് വെച്ചാൽ ഇലയുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. അത് ഉണ്ടാകുന്നിടം വരെയും ഈ ബീജപത്രത്തിലോ അല്ലേ കോട്ടിലിഡോൺ അല്ലെങ്കിൽ അന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് അത് വളരുന്നത് വരെ ആ സസ്യം ഉപയോഗിക്കുന്നത്. ഇപ്പം പിടികിട്ടിയോ ഞങ്ങളെ, സംഭവം പിടികിട്ടിയോ? ഇല്ലെങ്കിൽ 2-3 വട്ടം ഒന്ന് വായിക്കുമ്പോൾ എല്ലാം മനസ്സിലാവും കേട്ടോ. സീഡ് ഡിസ്പേഴ്സൽ എന്നാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ്സ് സീഡ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ച് ഡിഫറെൻറ്റ് ലൊക്കേഷൻ. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതിനെയാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഒരു മരം നിൽക്കുകയാണെങ്കിൽ എന്താ അതിന് പറയുന്നത്, നമ്മുടെ ഈ അപ്പുപ്പന്താടിയൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങളെ, അത് മേളിൽ നിൽക്കുക അല്ലേ. അത് മേളിൽ നിൽക്കുമ്പോൾ അത് നല്ലപോലെ ഉണങ്ങിക്കഴിയുമ്പോൾ പൊട്ടി തെറിച്ച് എങ്ങോട്ടെങ്കിലും ഒക്കെയാണ് പോകുന്നത്. അത് അവിടെ കിടന്ന് കിളിക്കുന്നത് ആ സംഭവം. പിന്നെ നമ്മുടെ തേങ്ങ അല്ലേ, ഈ കനാലിൻ്റെ അവിടെ ഇവിടെ സൈഡിൽ നിൽക്കുന്ന തേങ്ങ അത് അവിടെ തേങ്ങ വെള്ളത്തിൽ വീണ അത് ഒഴുകി എവിടെയാണോ ചെല്ലുന്നത് അവിടെ കിടന്ന് കിളിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. ആ പടത്തിൽ തന്നെ കൊടുത്തിട്ടില്ലേ, പടം നോക്കണേ. അപ്പം നമ്മൾ സീഡ് ഡിസ്പേഴ്സലായി കേട്ടോ. എന്ന് വെച്ചാൽ എന്താണ്, മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതിനെയാണ് വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെ ബീജാങ്കുരണം അല്ലെങ്കിൽ ജെർമിനേഷൻ എന്നാൽ എന്താണ്? എന്താ ബീജാങ്കുരണം അല്ലെങ്കിൽ ജെർമിനേഷൻ? ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോവിങ് ഇൻ ടു എ സീഡ്ലിംഗ് അണ്ടർ ഫേവറബിൾ സർക്കംസ്റ്റൻസ്. എന്താ ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോവിങ് ഇൻ ടു എ സീഡ്ലിംഗ് അണ്ടർ ഫേവറബിൾ സർക്കംസ്റ്റൻസ്. വിത്തിനുള്ളിലെ ഭ്രൂണം അനുകൂലമായ സാഹചര്യത്തിൽ തൈയായിട്ട് വളരുന്ന പ്രക്രിയയാണ് വിത്തുമുളയ്ക്കൽ എന്ന് പറയുന്നത്. അപ്പം റാഡിക്കിളോ ബീജമൂലം നമ്മളിപ്പോൾ കുറേ പറഞ്ഞല്ലോ, പ്ലിമ്യൂളും റാഡിക്കിളിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലയോ, ഇതൊക്കെ എന്താണെന്നാണ്. ദ ഫസ്റ്റ് ടു കം ഔട്ട് ഫ്രം ദ സീഡ് ഡ്യൂറിങ് ജെർമിനേഷൻ ഈസ് കാൾഡ് റാഡിക്കിൾ. റാഡിക്കിൾ ഗ്രോ ഇൻ ടു ദ സോയിൽ ആൻഡ് ഫോംസ് റൂട്ട്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നതാണ് ബീജമൂലം. ഈ ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് എന്തായിട്ട് മാറുന്നു? വേരായിട്ട് മാറുന്നു. എന്നാൽ പ്ലിമ്യൂളോ? പ്ലിമ്യൂൾ എന്ന് വെച്ചാൽ എന്താ? ബീജശീർഷം. അത് കേൾക്കുമ്പോഴേ ശീർഷവും മൂലവും അല്ലേ, ബീജപത്രം, ഇതിൻ്റെയൊക്കെ മലയാളം അറിയണേ. ദ പ്ലിമ്യൂൾ ഈസ് ദ പോർഷൻസ് ദാറ്റ് ഗ്രോ അപ്വേർഡ് ഫ്രം ദ എംബ്രിയോ. ദ പ്ലിമ്യൂൾ ഗ്രോ ഇൻ ടു ദ സ്റ്റെം ആൻഡ് ലീവ്സ്. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം അല്ലേ. ശീർഷം നമ്മുടെ തല അല്ലേ, മുകളിലോട്ട് പോകുന്നത്. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ഈ ബീജശീർഷം വളർന്ന് കാണ്ഡം അല്ലെങ്കിൽ എന്താ സ്റ്റെം ആയിട്ട് മാറുന്നു. ഓക്കെ ആണോ? അടുത്ത കോട്ടിലിഡോൺ. The germinating seed uses the food of cotyledon until the leaves grow enough to synthesize food. ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ എന്താ ബീജപത്രത്തിലെ ആഹാരമാണ് വളർച്ചയായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് കേട്ടോ. കോട്ടിലിഡോൺ എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ. അടുത്ത് വൈ സീഡ് ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്? If all the seeds of a plants fall and germinate at the base of the plants, they will not get the soil, water, sunlight and minerals they need to grow. So the seeds have to be dispersed to many places. വിത്ത് വിതരണം എന്താ മലയാളം അറിയണേ? സീഡ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? വിതരണം. സീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ വിത്ത് വിതരണം. ഒരു ചെടിയുടെ എല്ലാ വിത്തുകളും ചെടിയുടെ ചുവട്ടിൽ മുളച്ചാൽ അവയ്ക്ക് വളരാൻ ആവശ്യമായ മണ്ണും വെള്ളവും സൂര്യപ്രകാശവും ധാതുക്കളും ലഭിക്കില്ല. അതുകൊണ്ട് വിത്തുകൾ പലയിടത്ത് വിതരണം എന്നാണ് പറയുന്നത്. ശരിയല്ല കുഞ്ഞുങ്ങളെ? നമ്മളിപ്പോൾ തെങ്ങ് നടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്തിലെ തേങ്ങ എന്താ കിളിപ്പിച്ചല്ലേ, അതെല്ലാം കൂടെ നമ്മൾ വട്ടം ഒരു 10 രൂപ എണ്ണ ഒരിടത്ത് തന്നെ കൊണ്ട് കുഴിച്ചിട്ടാൽ അതെങ്ങനെ കിളിക്കും? നിങ്ങളത് ചിന്തിച്ചേ. കിളിക്കാൻ പറ്റും? തെങ്ങൊക്കെ നട്ട് വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര മീറ്റർ ദൂരെയാണ് നട്ട് വെച്ചേക്കുന്നത്? അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കണം ഇല്ലേ? പക്ഷേ എന്താ ചീരയുടെ അരി പക്ഷേ അടുപ്പിച്ച ചെറിയ ചെറിയ പ്ലാന്റ്സുകളൊക്കെ ഇല്ലേ, ഷ്രബൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹെർബൽ ഷ്രബ് എന്നൊക്കെ കേട്ടിട്ട് തീരെ ചെറിയ പ്ലാന്റ്സുകളാണ് അടുത്തടുത്ത് കുനുകുനാന്ന് നടുന്നത്. വലിയതെല്ലാം എന്താണ് എപ്പോഴും ഗ്യാപ്പ് ഇട്ടില്ല, ഇച്ചിരി ദൂരം മാറ്റി വേണം നടാൻ. വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന തേങ്ങയ്ക്കുള്ള അനുകൂലനങ്ങൾ എന്തെല്ലാം? ഒരു തേങ്ങ ഒഴുകിപ്പോകുന്ന പടം ടെസ്റ്റ് നോക്കിയോ എന്തോ. How does a coconut adapt for flowing through water? Even if it remains in water for a few days, it will not root. എന്ന് വെച്ചാൽ കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്നാലും ഇതെന്താ ചീഞ്ഞു പോകത്തില്ല എന്നാ പറയുന്നത്. ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ ദ വാട്ടർ ആസ് എ ഹസ്ക് ഈസ് ഫിൽഡ് വിത്ത് എയർ. എന്തുകൊണ്ടാണ്? അതിൻ്റെ തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ അത് പൊങ്ങിക്കിടക്കും കേട്ടോ. പിന്നെ ഇത് രണ്ടുപേരും ഓർത്തോടെ എല്ലാം തരുന്നുണ്ടായി സ്പീഡിൽ പോകുന്നത് കേട്ടോ. കാരണം ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും തരുന്നുണ്ട്. വാട്ട് കുഡ് ബി ദ റീസൺസ് ബിഹൈൻഡ് അപ്പുപ്പന്താടിയുടെ വേറൊരു പേരാണ് മിൽക്ക് വീഡ് പപ്പൂസ് കേട്ടോ. മിൽക്ക് വീഡ് പപ്പൂസ് ഫ്ലൈങ് ഇൻ ദ വിൻഡ്. അപ്പുപ്പന്താടി കാറ്റിൽ പറക്കാൻ കാരണം എന്താണ്? അതിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് പറന്നു വന്നില്ലേ? അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം അപ്പുപ്പന്താടിക്ക് വെയിറ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് ലൈറ്റ് സീഡ്, അതിന് ഭാരവുമില്ല. അതുപോലെ തന്നെ ഹെയർ ലൈക്ക് പാർട്ട് ഓഫ് ഫ്ലൈ ഹാവ് പാർട്ട് ദാറ്റ് ഹെൽപ്പ് ടു ഫ്ലൈ. രോമം പോലെയുള്ള അതിൻ്റെ ഭാഗങ്ങളുണ്ട് അതിന് പറന്ന് കിടക്കാൻ, അതുകൊണ്ടാണ് അത് പറന്ന് പോകുന്നത്. നോക്കൂ ഞാൻ, ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന എന്തൊക്കെ ഫലങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്? എങ്ങനെയൊക്കെയാ? വാട്ട് ആർ ദ ഫ്രൂട്ട്സ് അറൗണ്ട് യു? ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ? LKG പിള്ളേരുടെ അടുത്ത് ചോദിക്കുന്ന പോലെയല്ല എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ളതൊക്കെ നിങ്ങൾ അങ്ങ് എഴുതിക്കോ കേട്ടോ. ഫലങ്ങൾക്ക് പക്ഷികളെ ആകർഷിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളുള്ളത്? അത് ഇമ്പോർട്ടൻ്റ് കേട്ടോ.
നമ്മുടെ ഫലങ്ങൾക്ക് പക്ഷികളെ ആകർഷിക്കാനുള്ള എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫ്രൂട്ട്സ് ഫോർ അട്രാക്റ്റിംഗ് ബേർഡ്സ്? അട്രാക്റ്റ് ചെയ്യുക എന്തൊക്കെയാ? നല്ല മാംസളമായ ഭാഗങ്ങൾ, നല്ല പഴുത്ത് തുടുത്ത് നിൽക്കുന്ന ഒരു ഓമയ്ക്കായോ അല്ലെ പേരയ്ക്കയോ അല്ലെ റംബൂട്ടാനോ ഇതൊക്കെ നിൽക്കുന്നുണ്ട് എപ്പം പോയെന്ന് ചോദിച്ചാൽ മതി അല്ലേ. അതൊക്കെ ഒരു ഫ്ലഷി പാർട്ടാണ്. പിന്നെ സ്വീറ്റ് ടേസ്റ്റ് ആയിരിക്കണം, ബ്രൈറ്റ് കളറ്, ആരോമാറ്റിക് സ്മെല്ലായിരിക്കണം, സോഫ്റ്റ് ടെക്സ്ചർ ആയിരിക്കണം അല്ലേ. എന്ന് വെച്ചാൽ ഒരു കിളിക്ക് വന്ന് കൊത്തി തിന്നാൻ പരുവത്തിലുള്ള ഇത് കണ്ടു കഴിഞ്ഞാൽ അവരത് കുത്തിക്കൊണ്ടുപോകും അല്ലേ. സ്വീറ്റ് ടേസ്റ്റും ആയിരിക്കണം, ബ്രൈറ്റ് കളറായിരിക്കണം, ആരോമാറ്റിക് എന്ന് വെച്ചാൽ നല്ല മണം, എത്ര ദൂരെ നിന്നാലും ആ മണം അല്ലേ. സോഫ്റ്റ് ടെക്സ്ചറുമായിരിക്കണം, മാംസളമായ ഭാഗങ്ങൾ, മധുരമുള്ള രുചിയായിരിക്കണം, നല്ല കടുത്ത കളറായിരിക്കണം, നല്ല മണം ഉണ്ടായിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പം കിളികൾ അടിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ. ലീവ്സ് ആർ കാൾഡ് ദ ഫുഡ് ഫാക്ടറീസ് ഓഫ് ദ പ്ലാന്റ്സ്. അത് ഒരു മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ നിങ്ങളെ. ഡാഷ് ആർ കാൾഡ് ഫുഡ് ഫാക്ടറി. ഫുഡിൻ്റെ ഫാക്ടറി എന്നറിയപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ ഏത് ഭാഗമാണ്? ലീവ്സ് ആണ്, ഇലകളിൽ വെച്ചാണ് കേട്ടോ. പാർട്ട് ഓഫ് ലീഫ് ഇത് റഫായിട്ടൊന്ന് തന്നതാ. ഇലയുടെ ഭാഗങ്ങളാണ് ലാമിന, പിറ്റിയോള്, വെയിന്, മിഡ്രിപ്പ്. ലീഫ് വെനേഷൻ എന്നാൽ എന്താണ്? ദ പാറ്റേൺ ഫോംഡ് ബൈ ദ വെയിൻ ഓൺ ദ ലീഫ് ഈസ് കാൾഡ് ലീഫ് വെനേഷൻസ്. നിങ്ങൾ ഇലയെക്കുറിച്ച് സ്കൂളിൽ പഠിപ്പിച്ചോ? അതിനകത്തിലെ ഇല കണ്ടിട്ടുണ്ടോ? നേരെ വരെയുള്ള കണ്ടോ, അതിനകത്ത് സൂക്ഷിച്ച് നോക്കി അറിയാം. അതിനകത്തിലെ വെയിൻ പോയേക്കുന്നത് നേരെ ഉള്ളത് കൊണ്ട്, പിന്നെന്താ അല്ലാതെ ഒരു നേരെ വന്നിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് കേട്ടോ. അത് നിങ്ങൾ ആ ടെസ്റ്റിൽ കിടപ്പുണ്ട്, നോക്കണേ നിങ്ങളെ. അടുത്തത് പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്നു അല്ലേ. എല്ലാം കറക്റ്റ് വിളഞ്ഞു കഴിയുമ്പോൾ അത് മുകളിൽ തന്നെ നിന്ന് അത് പൊട്ടിപ്പോകുന്നു. ഏതൊക്കെയാ? വാട്ട് പ്ലാന്റ്സ് ഡു യു നോ ദാറ്റ് ബേസ്റ്റ് എന്ന് വെച്ചാൽ എന്തോ നിങ്ങളെ പൊട്ടിപ്പോ അല്ലേ. ആൻഡ് റിലീസ് സീഡ്സ് വെൻ ദേ റൈപ്പൺ ആണ് പൊട്ടിപ്പോകുന്നത് അല്ലേ. പാകമാകുമ്പോൾ വിത്ത് വിതരണം പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നത് ഏതൊക്കെയാണെന്ന് അല്ലേ. നമ്മുടെ ബോൾസം ചെടി നിങ്ങളുടെ അവിടെയൊക്കെ നിങ്ങൾ ഈ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് നിന്ന് കാണുന്നതുകൊണ്ട് ഇതിനൊക്കെ ഓരോ പേര് കാണും കുഞ്ഞുങ്ങളെ. ബോൾസം എന്ന് പറഞ്ഞ സാധനമുണ്ട് കേട്ടോ, ഒരു ചെടി. അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് വിളഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനെ ചെന്ന് തൊടാങ്കിൽ അത് പൊട്ടിത്തെറിച്ച് പോകും കേട്ടോ. അതിൻ്റെ അരിയെല്ലാം തെറിച്ച് പോകും. അതുപോലെ തന്നെ റബ്ബറും അത് മിക്കയിടത്തും ഉള്ളതാണ് അല്ലേ. റബ്ബറിൻ്റെ കുരുമേളിൽ നിന്ന് പൊട്ടിയാൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും തെറിച്ച് പോകുന്നത്. ലേഡീസ് ഫിംഗർ വെണ്ട അല്ലേ. വാട്ട് ഈസ് ദ യൂസസ് ഓഫ് വെയിൻസ് ഇൻ ലീവ്സ്? ഇലകളിലെ സിരകളുടെ ഉപയോഗം എന്തെല്ലാമാണ്? വെയിൻ എന്ന് വെച്ചാൽ ഇവിടെ സിരയാണ്. ഇറ്റ് ഈസ് ത്രൂ വെയിൻ ഓഫ് ലീവ്സ് വാട്ടർ ഈസ് ബ്രോട്ട് ടു ബി ലീഫ് ആൻഡ് ഫുഡ് ഈസ് ടേക്കൺ ഫ്രം ദ ലീഫ്. ഇലകളുടെ സിരകളിലൂടെയാണ് ഇലകളിലേക്ക് വെള്ളം കൊണ്ടുവരുന്നത്. ഇലകളുടെ ഈ പറയുന്ന ഈ വെയിൻ ഉണ്ടല്ലോ, അതിലൂടെയാണ് ഇവർ ഈ വെള്ളം താഴെ നിന്നെടുത്ത് കൊണ്ടുവരുന്നത്. ഇലകളിൽ നിന്നും ആഹാരം കൊണ്ടുപോകുന്ന സിരകൾ കൊണ്ടുപോകുന്നതും ഇലകളിൽ ആഹാരം കൊണ്ടുപോകുന്നതും വെള്ളം കൊണ്ടുപോകുന്നതും എല്ലാ പരിപാടികളും നടത്തുന്നവർ അതിൻ്റെ ആ വെയിനിൽ കൂടിയാണെന്നാണ് കേട്ടോ. എന്താ നിങ്ങളെ, ഇലകളുടെ സിരകളിലൂടെയാണ് ഇലകളിലേക്ക് വെള്ളം കൊണ്ടുവരുന്നത്. ഇലയിൽ നിന്നും ആഹാരം കൊണ്ടുപോകുന്നതും സിരകൾ വഴിയാണ് കേട്ടോ. ഇംഗ്ലീഷും മലയാളവും ഒക്കെ ആണല്ലോ. ഇനി ഈ രണ്ട് തരത്തിലുള്ള വെനേഷൻ ഉണ്ട്. വെനേഷൻ എന്നാൽ എന്തെന്ന് വെച്ചാൽ നിങ്ങളെ ഇലകളിൽ ഓരോ തരത്തിലുള്ള അതിൻ്റെ അകത്തിലെ ആ വെയിൻ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആ പടം നോക്കണേ. ഇതിനാണ് വെനേഷൻ. പല രീതിയിലുള്ളതിനെയാണ്. അത് ഒന്നാമത്തെ ജാലിക സിരാവിന്യാസം, റെക്ടിക്കുലേറ്റീവ് വെനേഷൻ. മെനി സ്മാൾ ബ്രാഞ്ചസ് ദാറ്റ് കം ഔട്ട് ഫ്രം it are connected to each other like the link of a net. This is a reticulative venations. എന്നാൽ പാരൽ എന്ന് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ. നമ്മുടെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ പാരലൈൻ അല്ലായിരുന്നു, സമാന്തരം എന്ന് വെച്ചാൽ എന്താ, യാതൊരു കാരണവശാലും അവർ തങ്ങളിൽ കൂട്ടിമുട്ടുന്നില്ല. ദ വെയിൻ ഇൻ ദ ലീഫ് സ്റ്റാർട്ട് ഫ്രം ദ നോഡ് ഓഫ് ദ ലീഫ് ആൻഡ് റീച്ച് ദ ടിപ്പ് ഇൻ പാരൽ വിത്തൗട്ട് ടച്ചിങ് ഈച്ച് അതർ. ഒരു കാരണവശാലും അവർ ടച്ച് ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ ഓർമ്മയുണ്ടോ സമാന്തര രേഖയൊക്കെ പഠിച്ചത്, പാരൽ ലൈൻ. അത് കേൾക്കുമ്പോഴേ അറിയാലോ അല്ലയോ. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ അതെന്താണെന്ന് എഴുതിക്കോണം കേട്ടോ. ഇനി അതിനകത്തിൽ കുറേ എക്സ്പെരിമെൻ്റ് ഉണ്ട്, അത് ഞാൻ കുറേ പറഞ്ഞതാണ് കേട്ടോ. അതായത് വെള്ളമില്ലെങ്കിൽ എങ്ങനെയാണ് സീഡ് ജെർമിനേഷൻസ്, സോയിൽ മണ്ണില്ലെങ്കിൽ എങ്ങനെയാണ്, അത് പറഞ്ഞ് ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല. അതാണ് ഞാനൊന്ന് കാണിക്കാം, നിങ്ങളതങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. മണ്ണില്ലെങ്കിൽ നമുക്ക് ചെടി വളരുമോ, അല്ലെങ്കിൽ അടുത്തത് വെള്ളമില്ലെങ്കിൽ ചെടി വളരുമോ കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെ പാർട്ടിൽ ഇട്ടതാണ്. ഇനി അത്രയും നിങ്ങൾക്കും ബോറടിക്കുമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ വളരുമോ കേട്ടോ. വിത്ത് മുളയ്ക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില എന്നിവയൊക്കെ ആവശ്യമാണെന്നാണ് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ ഇനി നമുക്ക് ലെറ്റേഴ്സസ് നോക്കാം കേട്ടോ.
ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അതായത് 4ാമത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട് ലെറ്റേഴ്സസ് ഞാൻ ഇതിനകത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ട് എഴുതണേ. മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും നോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എഴുതണേ. ഓക്കെ, താങ്ക് യു.